നമസ്കാരം. കേരളീയ ജനത ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്ത് കഴിഞ്ഞ സമയമാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിരിക്കുന്നവരാണ് പ്രവാസികൾ. ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. പക്ഷേ ചില അനിശ്ചിതത്വങ്ങൾ പെട്ടെന്ന് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ആ ഒരു കൺഫ്യൂഷൻ തുടക്കത്തിലെ ഒരു കല്ലുകടി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫീൽ വന്നു. എങ്കിലും വളരെ പ്രഗത്ഭരായിട്ടുള്ള പലരാണ് ഇപ്പോൾ ഭരണസമിതിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു സൂചന നമുക്കുണ്ട്. എങ്കിലും അതും ഈ പറഞ്ഞ പോലുള്ള തമ്മിലടിയിലൂടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായ രീതിയിലുള്ളൊരു നീക്കം നടത്തേണ്ടതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയികളായിട്ടുള്ളതിൻ്റെ തലവന് വരുന്ന ഏറ്റവും വലിയ ചലഞ്ച്. എന്നും ഈ വിഷയത്തിൽ ഒരു കൈ മുന്നോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് പ്രവാസികൾ. ഇന്ന് നമ്മൾ കുവൈറ്റിലെ വിവിധ രാഷ്ട്രീയ സ്വഭാവമുള്ള പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന, എന്നാൽ വ്യക്തിപരമായ രീതിയിൽ സമൂഹത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരുമായ കുറച്ച് ആൾക്കാരുമായിട്ടുള്ള ഒരു അഭിപ്രായ സർവേ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. എന്നോടൊപ്പം ഇന്ന് മിസ്റ്റർ ജ്യോതിദാസ് ചേരുകയാണ്. അദ്ദേഹം ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് ഫോറത്തിൻ്റെ ഒരു വക്താവാണ്. അതിലുപരി സാന്ത്വനം എന്ന് പറയുന്ന ഇവിടുത്തെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നു. അങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങൾ മുൻപന്തിയിൽ പല മേഖലകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇപ്പോഴത്തെ ഒരു ചെറിയ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണത്തെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ കാണുകയുണ്ടായി അല്ലേ, നല്ല ഒരു 10 വർഷത്തെ ഭരണത്തിന് ശേഷം പുതിയൊരു ഭരണം. അപ്പോൾ ആ വരുന്നത് കുറച്ച് മാറ്റങ്ങളുണ്ടാവും. ജനങ്ങളത് കണ്ടറിഞ്ഞ് ജയിപ്പിച്ച് കൂടുതൽ സീറ്റുകൾ കൊടുത്ത് വലിയ തമ്മിലടിയൊന്നും ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ വന്നുവെങ്കിലും അവിടെയും ചെറിയ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളുണ്ടാകുകയുണ്ടായി. അപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ ചിന്താഗതി ചിലപ്പോൾ ഇടതോ വലതോ എവിടെ ആവാം. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് വീക്ഷിക്കുമ്പോൾ അല്ലെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പും അതിൻ്റെ ഫലവും അല്ലെ മുന്നോട്ടുള്ള ഒരു സാധ്യതയെപ്പറ്റി എങ്ങനെ കാണാം? തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ജനാധിപത്യ പ്രക്രിയയാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ പ്രകടിപ്പിക്കാത്ത അഭിപ്രായങ്ങളും അവരുടെ ഉള്ളിലുള്ള താല്പര്യങ്ങളെല്ലാം അവർ ബാലറ്റ് പേപ്പറിലൂടെ വെളിവാക്കുന്നു. അത് വരുമ്പോൾ ചിലപ്പോൾ ആളുകളെ അതിശയിപ്പിച്ചുകൊണ്ട്, രാഷ്ട്രീയക്കാരെയും നമ്മുടെ സമൂഹത്തെ നമ്മളെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് റിസൾട്ട് അതായത് നമ്മുടെ UDF 102 സീറ്റ് ആരും പ്രെഡിക്റ്റ് ചെയ്തില്ല. പക്ഷേ വളരെ വൻപിച്ചൊരു വിജയം ജനങ്ങൾ സമ്മാനിച്ചു. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു ധാരണകളുണ്ട്, അവർ ഭരണത്തെ വിലയിരുത്തുന്നുണ്ട്, അവരുടെ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് ഒത്തു ഭരണം വരുന്നുണ്ടോ എന്ന് ഇതൊക്കെ നോക്കിയിട്ട് തീർച്ചയായും ജനാധിപത്യം നിലവിൽ നമുക്കറിയാവുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമാണല്ലോ ഭരണ സംവിധാനം എന്ന നിലയിൽ. അപ്പം ജനങ്ങളുടെ ആ ചോയ്സ് അത് അവർ ചെയ്യുന്നുണ്ട്. ആ ചോയ്സിനൊത്ത് നമ്മുടെ രാഷ്ട്രീയക്കാരും ഭരണ മേഖലയിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ രാഷ്ട്രീയ സംവിധാനം ഭരണപക്ഷം എന്ത് കൊണ്ടുവന്നാലും പ്രതിപക്ഷം എതിർത്തിരിക്കണം, അങ്ങനെ ഒരു അന്ധവിശ്വാസം നിലനിൽക്കാൻ നാട്ടിൽ. അതായത് ഭരണപക്ഷം കൊണ്ടുവന്നതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് പ്രതിപക്ഷം എന്ന രീതിയിൽ അങ്ങ് വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുക. അത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മിസ്റ്റർ ജ്യോതിദാസ് നമ്മളോട് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഭരണത്തിലിരിക്കുന്നവരെ വലിച്ചിറക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് പ്രതിപക്ഷമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ഒരു മത്സര മനോഭാവങ്ങളിലേക്ക് ജനങ്ങളെ വഴിയിലിറക്കി ചെയ്യുന്ന ഒരു പ്രതീതി നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് വളരെ വിശദമായിട്ട് കിടക്കേണ്ടതുണ്ട്. നമുക്ക് അതിനു മുമ്പ് ഇവിടുത്തെ കുറേ ആൾക്കാരുടെ പ്രതികരണവും അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൂടെ കടന്ന് നമുക്ക് തിരിച്ചെത്താം. പ്രവാസ ലോകത്തിരിക്കുന്നവർ വളരെ സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഇലക്ഷനെയും അതിൽ വരുന്ന ഭരണാധികാരികളെയും ഭരണത്തെയും ഒക്കെ നോക്കി കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മോടിപ്പം ഇന്ന് ചേരുന്നത് മിസ്റ്റർ BS പിള്ളയാണ്. അദ്ദേഹം ഒരു വലത് ചിന്താഗത കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളിൽ നിരവധി പോസ്റ്റുകളിൽ ഇരിക്കുകയും ഇപ്പോൾ OICCയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് കുവൈറ്റിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തെപ്പറ്റി കുറച്ച് ആധികാരികമായിട്ട് താങ്കൾക്ക് പറയാൻ സാധിക്കും. എങ്ങനെ നോക്കിക്കാണും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ? ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒരു വിജയമാണ് ടീം UDF
കേരള ജനത സമ്മാനിച്ചത്. ഇന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള ഭരണവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്, അല്ലെങ്കിൽ ഒരു തിരച്ചടിയാണ് ഇന്നത്തെ UDF കിട്ടിയ ഈ അത്യുജ്വല വിജയം. ഒരു നല്ല ഭരണം, ഒരു ജനകീയ ഭരണം കാഴ്ചവെക്കാൻ നിയുക്ത മുഖ്യമന്ത്രി ബഹുമാന്യ ശ്രീ VD സതീശന് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി 10 വർഷം ഭരിച്ച നമ്മുടെ ഇടത് സർക്കാരിന് പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വസ്തുത. ഞങ്ങൾ പല ആവശ്യങ്ങളും ഇന്ത്യയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതുവരെയും അവർ വന്ന് വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഇതുവരെ ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതല്ല ഞങ്ങളുടെ ടീം UDFിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ ടീം UDF ഒറ്റക്കെട്ടാണ്. മതേതരത്വ കേരളത്തിന് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഭരണസമിതിയാണ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത്. അതിലെല്ലാവരും ഞങ്ങൾ ആകാംക്ഷാഭരിതരായിട്ട് ഉറ്റുനോക്കുന്നത്. നമ്മുടെ ഈ OICC കുവൈറ്റ് രൂപീകൃതമായത് ഛിന്നഭിന്നമായി കിടന്ന വിവിധ കോൺഗ്രസ് സംഘടനകളെ ഒന്നിപ്പിച്ച് ഒറ്റക്കെട്ടായിട്ട് OICC കുവൈറ്റ് എന്ന രൂപം കൊണ്ടുവന്നത് ബഹുമാന്യനായ ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ശ്രീ വർഗീസ് പുതുക്കുളങ്ങര അവറുകളാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ വർഗീസ് പുതുക്കുളങ്ങരയുടെ നേതൃത്വത്തിൽ OICC രൂപീകരിക്കുന്ന കാലവും ആ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല, മാനൂർ അബ്ദുൽ ലത്തീഫ് അങ്ങനെയുള്ള ഒരുപാട് നാട്ടിൽ നിന്ന് ശ്രേഷ്ഠരായിട്ട് വന്നതല്ലേ. അതിൽ അന്ന് വന്നവർ കണക്ഷൻസ് മീഡിയയുടെ ഒരു ഫംഗ്ഷന്, നമ്മുടെ ഫംഗ്ഷന് വന്ന ആ പ്രോഗ്രാമിന് അവരെല്ലാം ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. അന്ന് മുതൽ OICC നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ശ്രീ വർഗീസ് പുതുക്കുളങ്ങര. അതിൻ്റെ കൂടെ അന്ന് തൊട്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ 1-2 പേരെ കൂടെ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ പഴക്കവും തഴക്കമുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇനി വരുന്ന പുതിയ ഭരണ സംഘടനയ്ക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ആവശ്യപ്പെടാം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. വളരെ നന്ദി മിസ്റ്റർ BS പിള്ള, സമയം തന്നതിന്. താങ്ക് യു വെരി മച്ച്. നമ്മോടൊപ്പം ചേരുന്നത് കുവൈറ്റിലെ OICC, അതായത് നമ്മുടെ UDFിൻ്റെ പോഷക സംഘടനയായ OICCയുടെ പ്രസിഡന്റ് ശ്രീ സാമുൽ കട്ടൂർ കളിയിക്കലാണ്. കേരളത്തിലെ ഇപ്പോൾ പുതുയുഗമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷകൾ വലുതാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഹ്ലാദത്തിലാണ് നിലനിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇടതുപക്ഷക്കാരല്ല, മൊത്തം ജനങ്ങളും, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ ഭരണം മടുത്തിരിക്കുകയായിരുന്നു. ഒരു മാറ്റം, അതാണ് പുതുയുഗം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട VD സതീശൻ ഇറങ്ങി വന്നിരിക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രിയായിട്ട്. കാരണം അദ്ദേഹത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങൾക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് നടപ്പാക്കും. 100+ എന്ന് പറഞ്ഞെടുത്ത് അതുപോലെ തന്നെ ഇത്ര മന്ത്രിമാർ പരാജയപ്പെടുമെന്ന് പറയുന്നത് അതിൽ 2 എണ്ണം കൂടുതൽ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയും അതോടൊപ്പം തന്നെ പറഞ്ഞത് പാലിക്കുന്നതുമായിട്ടുള്ള, അതിൽ പറഞ്ഞത് നടന്നതുമായിട്ടുള്ള വിശ്വാസം ഞങ്ങൾക്ക് മൊത്തത്തിൽ ജനങ്ങൾക്കുണ്ട്. താങ്കൾ UDFിൻ്റെ പോഷക സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചു, അതിൽ നിന്ന് 1-2 ആൾക്കാർ മാറി, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാറിയിട്ട് പുതിയ സംഘടനകളിലേക്ക് വരുന്നതായിട്ട് കണ്ടു. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവാം. ഇതിപ്പോൾ വേറൊരു സംഘടന കൂടെ വന്ന് കാണുകയുണ്ടായി. ഇവരൊക്കെ ആക്ച്വലി ഇങ്ങനെ മാറിപ്പോകുന്നത് പുരോഗമനത്തിനാണോ അതോ മറ്റെന്തെങ്കിലും ആണോ നമുക്കറിയില്ല. സംഘടനയിൽ നിന്ന് മാറിപ്പോകുന്നവർക്ക് വ്യക്തിപരമായ പല താല്പര്യങ്ങൾ കാണും. OICC എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCCയുടെ അംഗീകാരമുള്ള സംഘടനയാണ്. അതിലുറച്ച് അതിൻ്റെ സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെ പോകണമെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു സംഘടനയുടെ വരികയുണ്ടായി. അത് അവരും ഈ എന്തെങ്കിലും പരിഗണന കിട്ടാഞ്ഞിട്ട് പോയതാണോ? അത് തന്നെ, അതേ പരിഗണന. അവരുടെ താല്പര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതും പോയിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, കഴിഞ്ഞ കാലം വരെ, ഈ അടുത്ത സമയം വരെ NCP എന്ന് പറഞ്ഞ സംഘടനയെ സപ്പോർട്ട് ചെയ്ത ഗ്രൂപ്പിലോട്ടാണ് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വളരെ മനസ്താപമുണ്ട്. ഇവരെന്ത് കണ്ടുകൊണ്ടാണ് ഈ പോകുന്നത്, എന്ത് മനസ്സിലാക്കിയാണ് പോകുന്നത്, എന്ത് ആദർശം കണ്ടാണ് പോകുന്നത്. അതിനകത്തേക്ക് കുറച്ച് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ ഇടയായി. അവരൊന്നും ഇതൊന്നും അറിയാതെ തെറ്റിദ്ധരിച്ച് അതിൽ അകപ്പെട്ടു പോയവരാണ്. അറിഞ്ഞുകൊണ്ടല്ല അവർ ഈ പോയിരിക്കുന്ന, അതേത് ഭാഗത്തേക്കാണെന്നുള്ളത് അവർ കാലം തെളിയിക്കും. അവരെല്ലാവരും വീണ്ടും തിരിച്ച് ഈ മാതൃസംഘടനയുടെ ഔദ്യോഗികമായ OICCയിൽ തന്നെ തിരിച്ചു വരുമെന്നുള്ള ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പലർക്കും നേതാവായിരിക്കണം എന്നുള്ള ചില ആഗ്രഹങ്ങളും, അതുപോലെ തന്നെ ഇപ്പം ഞാൻ കണ്ട ചില വ്യക്തിത്വങ്ങൾ പല മേഖലകളിലും
ഒരു 10-15 മേഖലകളിലൂടെ മാറിയും മറിഞ്ഞു ഇവിടുത്തെ സെക്രട്ടറി അവിടുത്തെ സെക്രട്ടറി പിന്നെ അങ്ങോട്ട് കൈമാറി അവസാനം ഇതെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് ആക്ച്വലി ശരിക്കും പ്രവർത്തിക്കുന്നവർക്കും സമൂഹത്തിനും ഇതൊരു വലിയൊരു കൺഫ്യൂഷനായി മാറിയിരിക്കുക. പ്രതികരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ വ്യക്തി താല്പര്യങ്ങൾ നിലനിർത്താനായിട്ട് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇവിടെയാണ് മുമ്പേ പറഞ്ഞ മാറി വരുന്ന ഭരണകർത്താക്കൾക്കോ അല്ലെങ്കിൽ പ്രവാസ ലോകത്തേക്ക് വരുന്നവർക്കോ ഒന്നും ശരിയായ ദിശയിൽ നമ്മളെ സഹായിക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു 10 വർഷത്തിൽ ഒരു 10 സംഘടനയുടെ നേതാവും പല പ്രവർത്തനങ്ങളുമായി ആൾക്കാർക്കിടയിൽ കൺഫ്യൂഷൻ ആക്കുക, തങ്ങളുടേതായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുക, ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസാണ് നമ്മുടെ വികസനത്തിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കിട്ടേണ്ട പലതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നെന്ന് മനസ്സിലാക്കുക അല്ലേ? അത് തന്നെ. താങ്ക് യു. Before every great move, there is focus. They shop, they lead, they deliver. Because the best choose the best. Al Musaini Exchange, always near you. അപ്പം നമ്മോടൊപ്പം മിസ്റ്റർ ഫറൂഖ് ഹമദാനിയും കൂടെ ചേരുകയാണ്. അദ്ദേഹം KMCCയുടെ വൈസ് പ്രസിഡൻ്റാണ്. നമ്മുടെ KMCC എന്ന് പറയുമ്പോൾ കുവൈറ്റിലെ എന്താ പറയുക സമൂഹത്തിനിടയിൽ കുവൈറ്റ് പ്രവാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനങ്ങളോടെ മികവ് തെളിയിച്ച ഒരു സംഘടനയാണ്. ശ്രീ മഷ്കൂർ തങ്ങൾ നമ്മോടൊപ്പം ഇന്ന് ഉണ്ടാവേണ്ടതാണ്. അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് പകരം മിസ്റ്റർ ഫറൂഖ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലൊരു വലിയ എന്താ പറയുക കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഉണർവ് വന്ന ഫീൽ വന്നിരിക്കുകയാണ്. അത് കോൺഗ്രസ് UDF വന്നുകൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ഒരു മാറ്റം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അതുണ്ടാകും എന്നൊരു പ്രതീക്ഷ വന്നൊരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും UDFൻ്റെ ഘടകകക്ഷി എന്ന നിലയിൽ KMCCയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതാണ്. ഇനി അങ്ങോട്ടുള്ള ഭരണത്തിനും എല്ലാ കാര്യത്തിനും. പ്രവാസ ലോകത്ത് ആയിരക്കണക്കിന് അംഗങ്ങളുള്ള സംഘടനയാണ് KMCC. അപ്പം അതിനെ പ്രതികരിക്കുന്ന താങ്കൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തും? ഈ തെരഞ്ഞെടുപ്പാനന്തരം ഉണ്ടായിട്ടുള്ള ചലനങ്ങൾ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. ആ തർക്കങ്ങളും അത് പരിഹരിക്കുന്നതും ഒക്കെ. ഇപ്പോൾ കേരളത്തിലെ ജനവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആശയസമ്പന്നമായ കാഴ്ചപ്പാടുകളും സുതാര്യവും സുദൃഢവുമായിട്ടുള്ള നിലപാടുകളും നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനവും എടുക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിനെയാണ് കേരള ജനത തിരഞ്ഞെടുത്തിട്ടുള്ളത്. VD സതീശൻ എന്ന ജനനായകൻ്റെ ഉയർച്ചയും പിണറായി വിജയൻ എന്ന് പറയുന്ന അധികായകനായ രാഷ്ട്രീയക്കാരൻ്റെ പതർച്ചയും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് കേരള ജനത കൃത്യമായി ഇവർ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തി എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയവും പരാജയവും ഒരുപോലെ തന്നെ ഏറ്റെടുക്കാൻ കെൽപ്പുള്ള വിശാല മനസ്കത ലീഡർഷിപ്പ് പ്രകടിപ്പിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടത് എന്തെല്ലാം ഭരണ നേട്ടങ്ങളുണ്ടോ ആ നേട്ടങ്ങളുടെയൊക്കെ കാരണഭൂതർ ഒരാളും എന്തെങ്കിലും ഭരണരംഗത്ത് പതർച്ചയുണ്ടാകുമ്പോൾ അത് കൂട്ടായ ഏറ്റെടുക്കലുമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ UDF എന്ന് പറയുന്ന സംവിധാനത്തിനുണ്ടാകുന്ന വിജയങ്ങളൊക്കെ അദ്ദേഹം ടീം UDFന് സമർപ്പിക്കുകയും എന്തെങ്കിലും പരാജയമുണ്ടെങ്കിൽ അത് എൻ്റേതാണെന്ന് പറയാൻ കഴിയുന്ന ആ ഒരു രാഷ്ട്രീയ തൻ്റെടം കേരള ജനത ഇദ്ദേഹമാണ് ശരിയായ ലീഡർ എന്ന രീതിയിൽ വിലയിരുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. പോയ ഭരണവും ഇനി വരുന്നു അവരൊക്കെ മാറി നിൽക്കട്ടെ, നമുക്ക് ശക്തമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് VD സതീശൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളുടെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്ന ഒരു ചർച്ച നടക്കുകയുണ്ടായി. നേരത്തെ റെമിറ്റൻസ് വഴി നാട്ടിലേക്ക് പണം ഒഴുകി. ആ പണം നമ്മൾ എന്ത് ചെയ്തു? നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്തു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം എന്താ ചെയ്യുന്നതാണെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ നേരത്തെ പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്ത സാധനം വിറ്റിട്ട് USD പുറത്തേക്ക് അയക്കുന്ന റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൻ്റെ നട്ടലൊടിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലേക്ക് വരുന്ന വിദേശ നാണ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ GCC കൺട്രികളിൽ നിന്ന് പോകുന്ന റെമിറ്റൻസാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള
പ്രവാസികളുടെ ക്ഷേമം എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വി.ഡി. സതീശനോടൊപ്പം വളരെ ശക്തമായ നല്ല മാർഗനിർദ്ദേശങ്ങൾ അറിയാവുന്നതും പരിചയസമ്പന്നരുമായ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സും പഴയ പഴക്കവുമുള്ള രാഷ്ട്രീയ പ്രബുദ്ധന്മാരും ഒക്കെ ഉള്ള ഒരു നല്ല ടീമാണ് വന്നിരിക്കുന്നത്. നമ്മോടൊപ്പം ശ്രീ ബിനോയ് സെബാസ്റ്റ്യൻ കൂടി ചേരുകയാണ്. എങ്ങനെ വീക്ഷിക്കുന്നു പുതിയ മന്ത്രിസഭയും അല്ലെ വരാൻ പോകുന്ന ഭരണ പ്രതീക്ഷകളൊക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തിളക്കമാർന്ന വിജയം കൈവരിച്ച UDFന് ആശംസകൾ അറിയിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷേ അതിൻ്റെ തിളക്കം തുടക്കത്തിലെ നഷ്ടപ്പെടുത്തിയോ എന്നുള്ള സംശയം എല്ലാവരിലും ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. അത് ഇത്രയും വലിച്ചു നീട്ടി യഥാർത്ഥ ഹൈക്കമാൻഡ് എവിടെ നിന്നാണെന്നുള്ളൊരു ശങ്ക ആൾക്കാർ വിചാരിക്കുന്നിടത്തോട് എത്തിച്ചതിൽ അവർക്കതിൻ്റെ പങ്ക് വലുതാണ്. അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, വളരെയേറെ ഒഴിവാക്കാമായിരുന്നു. പിന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരെയും കൂടെ ഇൻക്ലൂസീവായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ UDFന് അത് ഗുണകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ കാണുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ലോകത്തുണ്ടാകുന്ന ഒരിതിൽ ഏറ്റവും ചലഞ്ച് വരാൻ പോകുന്നത് ഈ റിവേഴ്സ് മൈഗ്രേഷനാണ്. അത് യാഥാർത്ഥ്യമാണ്. നമ്മളിനി അത് കണ്ണടച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം ഇപ്പോഴത്തെ ഗൾഫിലെ ഏറ്റവും ഇത്രയും ഒരു വോളറ്റൈലായിട്ടുള്ള സിറ്റുവേഷൻ. ഗൾഫിൽ മാത്രമല്ല, യൂറോപ്പിലും US-ലും എല്ലാം ഒരു റിവേഴ്സ് മൈഗ്രേഷൻ്റെ കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വദേശിവൽക്കരണം എന്നുള്ള എല്ലായിടത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ 30 ലക്ഷത്തോളം മലയാളികളാണ് വിദേശങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. വിദേശങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ശരാശരി ഒരാൾ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ അന്നദാതാവാണെങ്കിൽ 1.5 കോടി ജനങ്ങളെ ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിലെ ഏകദേശം പകുതിയോളം കുടുംബങ്ങളെ ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയമാണ് ഈ റിവേഴ്സ് ഇമിഗ്രേഷൻ. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം BJPയുടെ ഒരു കടന്നുവരവാണ്. ശക്തരായ 3 MLA-മാർ വന്നേക്കുന്നത്, 30-ന് ഫലം ചെയ്യുന്ന 3 MLA-മാർ. അതായത് 2 മുൻ കേന്ദ്രമന്ത്രിമാർ, ഭരണപരിചയവും നല്ല വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള 3 ആൾക്കാരാണ്. 3 പേരും. നമുക്കുണ്ട് ഒരു RC രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിച്ചായിട്ട്, VM, KB, മറ്റേ ഗോപാലകൃഷ്ണൻ. പക്ഷേ താങ്കൾ മുമ്പേ സൂചിപ്പിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള പരിചയസമ്പന്നരായ ഒരു വികസിത സംസ്ഥാനത്തിൽ ഒരു സ്ഥാനത്തിരുന്ന അല്ല ഒരു MLA ആയിട്ടിരുന്ന ഒരാളാവുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരള നിയമസഭയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടാവാം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കേന്ദ്രത്തിലുള്ള ഇത് വെച്ചുകൊണ്ടും സ്വാധീനം വെച്ചുകൊണ്ടും ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ പല രീതിയിലുള്ള പരിഷ്കാരങ്ങളും വികസനങ്ങളും, കാരണം കർണാടകയിലോ മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വികസനം അല്ലെങ്കിൽ ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങിയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതെല്ലാം നമ്മളിൽ നിന്നും മാറിപ്പോവുകയാണ് മറ്റ് തമിഴ്നാട്ടിലോട്ടും കർണാടകയിലോട്ടും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ RC ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ഉണർവുണ്ടാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. അത് നല്ല നിക്സൺ ചോദിച്ചത് ഞാൻ ആദ്യം പറഞ്ഞതിനെ അടിസ്ഥാനമായിട്ട് നല്ലൊരു മനോഹരമായ ചോദ്യം തന്നെയായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ RC പോലെയും രാജീവ് ചന്ദ്രശേഖരെയും V മുരളീധരനെ പോലുള്ള ആൾക്കാരെ വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള ഒരു സ്വാധീനം കൂടെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അവരെ കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ, എല്ലാത്തിലും എതിർക്കുക എന്നുള്ള സമീപനമാകാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും. BJPക്കാണെങ്കിലും പാടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും പാടില്ല. കേരളത്തിൻ്റെ പുരോഗമനമാണ് ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ ഒരു കളക്റ്റീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള ഭാവിയിൽ. എസ്പെഷ്യലി ഒരു പ്രവാസി എന്ന രീതിയിൽ ഒരു പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്ന താങ്കൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാരിലൂടെ കടന്നു പോയിട്ടുണ്ട്, പല രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ ഒരു സാഹചര്യത്തിൽ അല്ല വരുന്ന ഭരണഘടന ഏതൊരു രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാലായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സിമ്പിളി സുഗമമാക്കാൻ സാധിക്കുക നമ്മുടെ സംസ്ഥാനത്തെ ഗ്രോത്ത്? കേരളം സർവീസ് സെക്ടറിൽ തന്നെ ഇപ്പം IT ഒക്കെ നമുക്ക് എപ്പോഴും പറയുന്നതാണ്. പക്ഷേ കേരളം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു പ്രഥമ പരിഗണന കൊടുക്കേണ്ട ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. ഇപ്പം നിക്സൺ സൂചിപ്പിച്ച പോലെ ഒത്തിരി രാജ്യങ്ങൾ ഞാൻ പോകുമ്പോൾ ഞാൻ ഓർക്കും, ഇതുപോലെ തന്നെ സമാനമായ മലകളുണ്ടല്ലോ, അരുവികളുണ്ടല്ലോ, മഞ്ഞുണ്ടല്ലോ, മഴയുണ്ടല്ലോ, ബാക്ക് വാട്ടേഴ്സ് ഉണ്ടല്ലോ, ബീച്ചസ് ഉണ്ടല്ലോ എന്ന് ഇപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ കേരളീയനാണല്ലോ നമ്മളും. മലയാളി എപ്പോഴും മലയാളിയാണ്. യു കനോട്ട് ടേക്ക് മലയാളി ഔട്ട് ഓഫ്. അപ്പം എന്തുകൊണ്ട് എന്നിട്ട് പക്ഷേ നമ്മുടെ ഈ ടൂറിസം സെക്ടർ ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ പറ്റുന്നില്ല? അത് നമ്മൾ ജനങ്ങളെയും കൂടെ ബോധവൽക്കരിക്കണം കേട്ടോ. അത് ഞാൻ വളരെ പ്രധാനത്തോടെ പറയാം. വെച്ചാൽ ഇപ്പം ഞാൻ ഇൻഡോറുള്ളൊരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന് പോയി, പ്രവാസി ഭാരതി മീറ്റിന് പോയി. അവിടെ ചെല്ലുമ്പം ഓട്ടോറിക്ഷക്കാർ പോലെ കൈസേ സേവാ കറു ആപ്കോ എന്നായിരിക്കും. ഒരു ഹംബിൾനെസ്, ഒരു പൊളൈറ്റ്നെസ് നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ സംസ്കാരത്തിൽ കൊണ്ടുവരാൻ അതിഥി ദേവോഭവ എന്നുള്ള സംസ്കാരം നമ്മുടെ ആൾക്കാരുടെ ഉള്ളിൽ, അതിപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിക്കോട്ടെ, ടാക്സി ഡ്രൈവർ ആയിക്കോട്ടെ, എവിടെ ചെല്ലുന്ന, അല്ലാതെ 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോൾ മാത്രം അവർ മാലയിട്ട് സ്വീകരിച്ച് തൊഴുന്നതല്ല. ജനങ്ങളിൽ ആ ഒരു സംസ്കാരം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒത്തിരി ഫ്രണ്ട്ലി ആവും.
അപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വലിയൊരു പോയിൻ്റാണ്. അതായത് ഭരണത്തിൽ ഇരിക്കുന്നവരെ 5 വർഷത്തേക്ക് ജനങ്ങളാൽ വോട്ട് ചെയ്ത് ജയിച്ചു വന്നിരിക്കുന്നവരെ മറിച്ചിട്ട് അല്ലെങ്കിൽ അവർക്കിടയിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി റോഡിലൂടെ ഇറങ്ങുക, എറിഞ്ഞുടയ്ക്കുക, നമ്മുടെ പൊതുസ്വത്ത് നശിപ്പിക്കുക. ഇത് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തിയതാണെങ്കിൽ ഇന്നും അത് തന്നെയാണ് ആവർത്തനം. അതിലൂടെ കോളേജുകളുടെ പഠനം മുടങ്ങുന്നു, കുട്ടികളുടെ പല രീതിയിലുള്ള ക്ലാസ്സുകൾ മുടങ്ങും, അങ്ങനെ ഒത്തിരി അനിശ്ചിതത്വങ്ങൾ വേറെയും ഉണ്ടാകുന്നു. ഇതിനിടയിലൂടെ ഡ്രഗ്സ് മാഫിയ, അങ്ങനെ പല കാര്യങ്ങൾ, ഇതിനെല്ലാം മുതലെടുപ്പ് വരുന്ന വേറെ പല രീതിയിലാണ്. ഇത് ഈ സാധാരണ ജനം അറിയുന്നില്ല. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ആ ഒരു കാര്യം, അതായത് ഭരണത്തിലിരിക്കുന്നവർ 5 വർഷം ഭരിക്കട്ടെ, ഇത്രയും പേര് ക്യൂ നിന്ന് വോട്ട് ചെയ്തല്ലേ, അതിലൂടെ വീക്ഷിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളതിന് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യണം? സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾ അർഹിക്കുന്നുണ്ട്. അതായത് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും എല്ലാം ചേരുന്ന ആ സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഭരണപക്ഷം കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളെയും തെരുവിൽ നേരിടാൻ ഇറങ്ങുക. കേരളത്തിലൊരു രീതിയാണല്ലോ അത്. കേരളത്തിൽ നമ്മൾ സമരം കണ്ടിട്ടുണ്ട്. അതായത് സമരം ചെയ്യുന്നവർ ഓടി വരുന്നു, പോലീസിനെ ബാരിക്കേഡുകൾ മറിച്ചിടുന്നു, തള്ളി മാറ്റുന്നു, ഓടിക്കയറുന്നു, ഇങ്ങനെ വളരെ പ്രാകൃതമായ സമര രീതികൾ ചെയ്യുവാണ്. അതൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളെ എപ്പോഴും പറയുമല്ലോ, നമ്മൾ മത്സരിക്കുന്ന അവരുടെ ഒപ്പം എത്താനാണല്ലോ. അപ്പോൾ അവിടെ എല്ലാം നടക്കുന്ന സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഉള്ളവർക്ക് പ്രതിഷേധം രേഖപ്പെടുത്താൻ അവസരമുണ്ട്. അതിന് പിക്ചർ പോയിന്റ് പോലും ഉണ്ട്. അവിടെ ചെല്ലുക, അവർ ബാനർ ഉയർത്തുക, കൊടി ഇട്ടുക, പോസ്റ്റർ കാണിക്കുക, പറയാനുള്ള പറയുക, പോവുക, അതാണ് പ്രതിഷേധം. അല്ലാതെ നമ്മൾ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേലോട്ട് ചാടിക്കയറുക, അവരെ ഇടിക്കാൻ തുടങ്ങുക, കല്ലെറിയുക, പൊട്ടിക്കുക, പൊതുവസ്തുക്കൾ നശിപ്പിക്കുക, ഈ പ്രാകൃത പരിപാടികൾ കേരളത്തിൽ അവസാനിക്കേണ്ട കാലം അതിക്രമിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു, ഈ ഒരു വളരെ സക്സസ് ആയ ഒരു വിജയത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിലാണ് നടന്നത്. അതിനൊരു പക്ഷം കൂടി അത് കാണുന്ന സമൂഹം പ്രത്യക്ഷത്തിൽ കാണുകയാണ്. ഇതൊരു ചതിയുണ്ട്, വഞ്ചനയുണ്ട്, അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റമുണ്ട്, അല്ലെങ്കിൽ ആ സമയത്തെ ഉപയോഗിക്കൽ, ഇതെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ഈ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സാധാരണ പുതിയ ജനറേഷൻ എല്ലാ സൗകര്യങ്ങളും, വാട്സപ്പ്, ഇപ്പം തന്നെ നമുക്ക് കൃത്യമായ മെസ്സേജ് വിടാം. ഈ ഗോസിപ്പുകൾക്കിടയിലൂടെ ചില നല്ല കാര്യങ്ങൾ മുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ കൂടി ചിലർ പറയുന്നത് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഭരണത്തെ, അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ എങ്ങനെ ഒന്നുകൂടെ ഒന്ന് സാംശീകരിച്ച് കുറച്ചുകൂടെ നല്ല മെസ്സേജിലൂടെ പുതിയ ജനറേഷൻ മുന്നോട്ട് വന്ന് ഈ ഹർത്താലും വെട്ടിപ്പിടുത്തവും ഒക്കെ കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും? അത് തീർച്ചയായും നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ 140 MLA-മാരിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള, ഒരുപാട് ലോകം കാണുന്ന, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പം അവരൊക്കെ ഇത്തരം പ്രാകൃതമായ പരിപാടികളിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനകത്ത് കക്ഷിഭേദമില്ല. ഇപ്പം CPM ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം ഇതിനകത്തെല്ലാം വന്ന പുതിയ ആളുകൾ അവർ ആ പഴയ പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിലോട്ട് നയിക്കുന്നതിന് അവരെല്ലാം അവരുടെ ക്രിയാത്മകമായ രാഷ്ട്രീയ ഈ നേതൃത്വം, അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കേരളം എല്ലാവരും പറയുന്ന പോലെ വലിയൊരു വികസന ഒരു മുരടിപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കണം. നമുക്ക് 25-30 ലക്ഷം വിദേശ ബംഗാളിൽ നിന്നും മറ്റുമുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലം, അവരില്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രതിസന്ധിയിലാവുന്നു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അപ്പം നമ്മുടെ തന്നെ 25 ലക്ഷം അന്യ സംസ്ഥാനക്കാർ ജോലി ചെയ്യുമ്പോൾ നമ്മൾ തൊഴിലില്ലാതെ നടക്കുന്നു. കേരളത്തിലെ തൊഴിലില്ലായ്മ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 25 ലക്ഷം പേര് വന്ന് തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിൽ വിപണിയിൽ പറയുകയാണ് തൊഴിലില്ല എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ പരിഹരിക്കാൻ സർക്കാർ, എനിക്ക് തോന്നുന്നു VD സതീശൻ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനെ നേരിടുന്നത് എങ്ങനെയായിരിക്കും. 25 ലക്ഷം ഈ അന്യസംസ്ഥാനക്കാരുടെ തൊഴിൽ മേഖലയുള്ള കേരളത്തിൽ മലയാളികൾക്ക് തൊഴിലില്ലായ്മ വരുന്നു. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ എങ്ങനെ ഈ തൊഴിലുമായിട്ട് കൂടി ഇണക്കിക്കൊണ്ട് അത്ര ഒരു സമൂഹത്തെ, ഇതെല്ലാം വലിയ വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രിയായി എത്തിയിട്ടുള്ള VD സതീശൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ അതിജീവിച്ച് വരണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തുടങ്ങിയുള്ള ശ്രദ്ധ വേണ്ടി വരും. കാരണം ഈ പറയുന്ന ചെറിയ ചെറിയ കൂട്ടായ്മകൾ, അസോസിയേഷൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളിടത്തു നിന്നാണ് ഇത് പൊട്ടി വലുതായി ഇത് വലിയ സമരപന്തലിലേക്ക് അല്ലെങ്കിൽ സെൻട്രലിലോട്ട് പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് അല്ലേ. അപ്പോൾ അത്ര സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് കാണാം, പല സ്ഥലത്തും ഇപ്പോൾ അസോസിയേഷൻസ്, അങ്ങനെയുള്ള സംഘടനകൾ ഒന്നിനൊന്നിനും മേളിൽ പൊട്ടിമുളയ്ക്കുകയാണ്. ഈ യൂണിയൻ പോലെയാണ് ഇപ്പം. അതായത് നാട്ടിലിപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ, അല്ലെങ്കിൽ സൈക്കിൾ തൊഴിലാളി യൂണിയൻ, എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം ഓരോ യൂണിയൻ ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാം അങ്ങോട്ട് സംഘടിച്ച് വികസനം മുരടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തോട് ചിന്തിക്കുമ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് ഈ പ്രവാസ ലോകത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാൾക്ക് നേതാവാണെങ്കിൽ ഉടനെ അടുത്ത സംഘടന 10 പേരെ കൂട്ടി ഒരു സംഘടന വന്നു, ഇപ്പുറത്ത് ചാടി അപ്പുറത്ത് വന്നു. ഇവരെല്ലാം സാധാരണക്കാരനിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവന് മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ ചാരിറ്റിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ അവരൊന്നും ആലോചിക്കുകയാണ് ഇത് വേണോ വേണ്ടയോ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ വിദ്യാസമ്പന്നരായ പ്രവാസികൾക്കിടയിലും വളരെ കൂടുകയാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് തന്നെ ഈ പറഞ്ഞ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി, ഈ പറഞ്ഞ സംഘടന തുടങ്ങി, ഇവിടുന്നാണല്ലോ ഇത് പൊട്ടിമുളച്ച്. ഒരു VD സതീശന് അത്ഭുതം കാണിക്കാൻ പറ്റില്ല, ഒരു പിണറായിക്ക് അത്ഭുതം കാണിക്കാൻ പറ്റില്ല. കാരണം ഈ താഴെയുള്ള ആൾക്കാരെ കാണാതെ പോയി കഴിഞ്ഞാൽ
ഇപ്പം നമ്മളൊരു ചെറിയ പഞ്ചായത്തിൽ ചെന്നിട്ട് ഒരു കാര്യം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറിയുടെ അനുവാദം വേണമെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന ആളെ കാണുമെന്ന് പറയും. മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടാൽ പോലും നടക്കില്ല. ഈ സാഹചര്യമൊക്കെ മാറ്റിയെടുക്കണ്ടേ? അത് തീർച്ചയായും. പിന്നെ ഇതൊരു വലിയ വെല്ലുവിളിയായി, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഒരു വലിയ വെല്ലുവിളിയാണ് താങ്കൾ പറഞ്ഞത്. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ഇപ്പം ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നേതാക്കളെല്ലാം സന്ദർശിച്ച കൂട്ടത്തിൽ VM സുധീരനെ കണ്ടപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, അതായത് ഈ അടുത്ത് കൂടുന്ന ആളുകളെ സൂക്ഷിക്കണം, അവതാരങ്ങളെ സൂക്ഷിക്കണം. ഇത് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് മുഖ്യമന്ത്രി ആകുന്ന സമയത്തും അദ്ദേഹത്തോടും ആളുകൾ ഉപദേശിച്ചാണ് ഈ അവതാരങ്ങളെ കരുതിയിരിക്കണം, സൂക്ഷിക്കുന്നത്. ഈ ഇദ്ദേഹത്തോട് അത് ഉപദേശിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ. അപ്പം ഇത് ഈ ഏതെങ്കിലും ഈ പുതിയ നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വരുമ്പോൾ ഇത്തരം ആളുകൾ ഇങ്ങനെ ഒത്തുകൂടിയും അവർ പല സംഘടനാ നേതൃത്വത്തിൽ വരികയും അവർ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇവരുടെ ആളുകളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കുകയും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു അനാശാസ്യമായ ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ നേരിടാൻ കഴിയണം. എനിക്ക് തോന്നുന്നു ഈ പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിന് അതെല്ലാം ധാരണയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കില്ല, അതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കൊച്ചു സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ അസോസിയേഷൻസ്, സംഘടനകൾ, അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞുള്ള യൂണിയനുകൾ, ഇവരിൽ നിന്ന് ഒഴുകുന്ന ആ ചെറിയ ചാലുകളാണ് അത് മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയുടെ അടിയിൽ ഇളക്കം ഉണ്ടാക്കുന്ന എന്നുള്ള ഒരു തത്വവും സത്യവും നമുക്കറിയാം. പക്ഷേ ആ പ്രതലത്തിൽ ശ്രദ്ധിക്കാതെ നമ്മൾ അവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്ന ആ തത്വത്തിന് മാറ്റം വരേണ്ട കാലമായി. നമുക്ക് മുന്നിലൂടെ അതുപോലുള്ള കൊച്ചു കൊച്ചു അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ന് സ്വയം കാര്യത്തിനായിട്ട് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ പൊട്ടിമുളയ്ക്കുന്ന സംഘടനകളും അവരിലൂടെ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന കൺഫ്യൂഷനും ആരെങ്കിലും ഭരിക്കട്ടെ എന്തെങ്കിലും ആവട്ടെ എനിക്കുള്ളതായി എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ പറഞ്ഞതുപോലുള്ള തൊഴിലിൻ്റെ അവസരങ്ങൾ മറ്റു സംസ്ഥാനത്തുള്ളവരൊന്ന് എടുക്കുകയും നമ്മുടെ ഇവിടെ തൊഴിലില്ലായ്മ കൂടുകയും നമ്മളിലെ തൊഴിലറിയാവുന്നവർ അതിൽ വിദഗ്ധരായിട്ടുള്ളവർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പ്രവാസി കൂട്ടായ്മകളിൽ നിന്ന് പറഞ്ഞതിനകത്ത് മനസ്സിലാക്കാവുന്ന 2-3 കാര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾക്ക് ഉപരി സമൂഹത്തിനും മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നീക്കങ്ങളാകട്ടെ പുതിയ ഭരണഘടനയും പുതിയ മന്ത്രിസഭയും ഒക്കെ ചെയ്യേണ്ടതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. Because the best choose the best. Al Musaini Exchange, always near you. Dubai Karaku Makani, the place of real Karak. Lulu, where the world comes to shop. Highway Center, a complete family shopping experience. Live Pure, crafted for